കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. എംജിനിയർസ് ജീവനക്കാരുടെ ശമ്പളം നമ്മുടെ കെ-സ്മാർട്ട് വഴി നൽകുന്ന വിധം, അതുപോലെ അവരുടെ EPF സംസ്കൃത പോർട്ടൽ വഴി എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസർക്ക് അടയ്ക്കുന്ന വിധം, ഇക്കാര്യങ്ങൾ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ നോക്കിയായിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇന്നിവിടെ പറയാൻ പോകുന്നത് MGNRES നമ്മൾ അഡ്വാൻസ് ആയിട്ട് നൽകുന്ന തുക റീകൂപ്പ് ചെയ്ത് ലഭിക്കുമ്പോൾ കെ-സ്മാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ ജേണലുകൾ ഇടേണ്ടി വരും, ഇക്കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത വീഡിയോയിൽ 4 തരം ജേണലുകൾ ഉണ്ടെന്ന് പഠിച്ചു. അതിനകത്ത് റെക്ടിഫിക്കേഷൻ ജേണൽ, അതായത് ഹെഡുകൾ തെറ്റുമ്പോൾ കറക്റ്റ് ചെയ്യാനുള്ള റെക്ടിഫിക്കേഷൻ ജേണൽ പഠിച്ചു. ഇന്ന് നമ്മൾ MGNRESന്റെ ഫണ്ട് റീകൂപ്പ് ചെയ്യുന്ന പ്രോസസ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അടുത്ത ജേണലുകളായ അഡ്ജസ്റ്റ്മെന്റ് ജേണലും നോൺ ക്യാഷ് ജേണലും കൂടി ചെയ്യാൻ പഠിക്കാം. മുന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ MGNRESന്റെ ശമ്പളം കൊടുക്കേണ്ടത് അവരുടെ അക്കൗണ്ടിൽ നിന്നാണ്. ആ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓൺ ഫണ്ടിൽ നിന്ന് പിന്നീട് തിരിച്ചു തരാമെന്ന വ്യവസ്ഥയിൽ തുക അവർക്ക് കൊടുക്കുന്നത്. അഡ്വാൻസ് ഹെഡിലായിരിക്കും നമ്മൾ ഈ പൈസ കൊടുക്കുന്നത്. അത് നമുക്ക് തിരിച്ചു കിട്ടാനുണ്ട് എന്ന് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എപ്പോഴും ഇത് കാണും. അപ്പോൾ അഡ്വാൻസ് ഹെഡ് നമ്മൾ ഈ തുക അവർക്ക് MGNRESർക്ക് കൊടുക്കും. നമ്മളിങ്ങനെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന തുകകൾ MGNRES മിഷനിൽ നിന്ന് വർഷത്തിൽ 2-3 തവണയായിട്ട് നമുക്ക് പഞ്ചായത്തിലേക്ക് തിരിച്ചു തരും. ഇതിനെയാണ് റീകൂപ്പിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏപ്രിൽ മുതലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ എത്ര തുക റീകൂപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അക്കൗണ്ടന്മാർ ശ്രദ്ധിച്ചു കാണും, MGNRES വേണ്ടി ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കും, MGNRES അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഈ മിഷനിൽ നിന്ന് തിരിച്ചു ലഭിക്കുന്ന തുകകൾ നമ്മുടെ ഓൺ ഫണ്ടിലേക്ക് അല്ല വരുന്നത്, അവരുടെ ഈ അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നത്. അവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ അറിയാം, ഓൺ ഫണ്ടിലേക്ക് അല്ല വരുന്നത്. നമ്മൾ ഈ തുകയെ അവരുടെ അക്കൗണ്ടിൽ വരവ് വെച്ച് ഒരു രസീത് ആക്കിയതിന് ശേഷം ഈ തുകയെ എങ്ങോട്ട് മാറ്റിയിടണം? നമ്മൾ ഓൺ ഫണ്ടിൽ നിന്നാണല്ലോ കൊടുത്തത്, ഓൺ ഫണ്ടിലേക്ക് മാറ്റിയിടണം. ഈ പ്രോസസ്സാണ് റീകൂപ്പിംഗ്. അപ്പോൾ ഇതിൽ ആദ്യ ഘട്ടമായിട്ട് തുക ഇപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ കുറേ പൈസ അഡ്വാൻസ് അവർക്ക് ഏപ്രിൽ മുതലുള്ള ശമ്പളം കൊടുത്തു എന്നിരിക്കട്ടെ, മുൻ വർഷത്തെ ബാലൻസും കിട്ടാൻ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഈ ശമ്പളം കൊടുത്തു കഴിഞ്ഞു. ശമ്പളം മാത്രമല്ല, MGNRESയുടെ മറ്റ് അഡ്മിൻ ചെലവുകൾ, അവരുടെ സ്റ്റേഷനറി ഉൾപ്പെടെയുള്ള ചെലവുകൾക്കൊക്കെ നമ്മൾ തുക കൊടുക്കാറുണ്ട്. ഈ തുക കൊടുത്തു കഴിഞ്ഞാൽ മിഷനിൽ നിന്ന് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് മിഷനിൽ നിന്ന് റീകൂപ്പ് ചെയ്ത് കുറച്ച് തുക അവരുടെ അക്കൗണ്ടിൽ ഇപ്പോൾ എൻ്റെ പഞ്ചായത്ത് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സെക്ഷൻ ക്ലർക്ക്, MGNRESുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ക്ലർക്ക് പഞ്ചായത്തിൽ ആരാണോ അദ്ദേഹം എനർജി റിലേറ്റഡ് സർവീസ് എന്ന സർവീസിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് ഒരു ഡിമാൻഡ് ചെയ്യണം. ഡിമാൻഡ് ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലാക്കണം. MGNRESന്റെ അക്കൗണ്ടിൽ ഫണ്ട് ഇപ്പോൾ കുറച്ച് പൈസ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ പൈസ നമുക്ക് ഡിമാൻഡ് ചെയ്ത് ഒരു രസീതാക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം MGNRESന്റെ സെക്ഷൻ ക്ലർക്ക് ആരാണോ അവർ ഒരു ഫയൽ, എനർജി സർവീസ് എന്ന പേരിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് അതിൽ ഡിമാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് സ്ക്രീൻ ശ്രദ്ധിക്കുക, പറഞ്ഞുതരാം. നമ്മൾ ഈ ഓപ്പൺ ചെയ്യുന്ന ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് 2 ഡോക്യുമെന്റുകൾ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം. ഒന്ന്, MGNRESന്റെ ഫണ്ട് ക്രെഡിറ്റ് ആയ ആ ബാങ്കിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അത് ബാങ്കിൽ നമുക്ക് കിട്ടും. ഇത് 2, ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു പ്രൊസീഡിങ്സ്, ഇതിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം, ഒരു സെക്രട്ടറിയുടെ ഒരു പ്രൊസീഡിങ്സ് തയ്യാറാക്കി വെക്കണം. നോക്കുക, സ്ക്രീനിൽ നോക്കിയേ. കരാർ ജീവനക്കാരുടെ ശമ്പളവും ഭരണച്ചെലവും നാളിതുവരെ അഡ്വാൻസ് ആയി നൽകിയതിൽ ഇനി തിരികെ ലഭിക്കാനുള്ള തുകയുടെ വിവരം, ഇതെല്ലാം ആ തിരികെ ലഭിക്കാനുള്ള തുക നമുക്ക് IGMSൽ നല്ല കറക്റ്റ് കണക്കുണ്ടായിരുന്നു. ഈ വർഷം തുടങ്ങാത്തതുകൊണ്ട് നമ്മൾ അതിന് മാനുവൽ രജിസ്റ്ററിലേക്ക് എഴുതിയിട്ടുണ്ടായിരിക്കും. ഒരു മാനുവൽ നമ്മുടെ അഡ്വാൻസ് രജിസ്റ്റർ നമുക്ക് ഓൾറെഡി ഉണ്ടായിരിക്കും, അതിനകത്ത് ഈ കണക്കുകളൊക്കെ ഉണ്ടായിരിക്കും. MGNRESന് ഓരോ തവണ അഡ്വാൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ അഡ്വാൻസ് രജിസ്റ്ററിൽ കൂടി എഴുതിയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏത് രജിസ്റ്റർ നോക്കിയിട്ടായാലും അത് ആ ഒരു കണക്ക് വെച്ചിട്ട് ഒരു പ്രൊസീഡിങ്സ് തയ്യാറാക്കി വെക്കണം. നോക്കൂ, ഈ പ്രൊസീഡിങ്സിൽ ആകെ 9 കോളങ്ങളിലായാണ് ഞാൻ വിവരങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ 2024 മാർച്ച് മുതൽ 2025 ജൂൺ വരെയാണ് അഡ്വാൻസ് ഇനത്തിൽ തുക ലഭിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യ കോളം ലഭിക്കാനുള്ള കാലയളവ് കാണിക്കണം. രണ്ടാമത്തെ കോളത്തിൽ അതത് മാസത്ത് നൽകിയ കരാർ ജീവനക്കാരുടെ ശമ്പളം, മൂന്നാമത്തെ മാസത്തിൽ ശമ്പളം മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന മറ്റ് ഭരണച്ചെലവിന് പൈസ കൊടുക്കും, മറ്റ് ഭരണച്ചെലവുകൾ കാണിക്കണം. 4ാമത്തെ കോളത്തിൽ ആകെ അഡ്വാൻസ് ചെലവ് തുക, ആകെ അവർക്ക് കൊടുത്ത തുക കാണിക്കുക. അടുത്ത കോളത്തിൽ പ്രസ്തുത മാസങ്ങളിലെ നാളിതുവരെയുള്ള തിരികെ അടച്ച തുക. തുടർന്നുള്ള കോളത്തിൽ തനത് ഫണ്ടിലേക്ക് ഇനി തിരിച്ചു ലഭിക്കാൻ ബാക്കിയുള്ള തുക. 7ാമത്തെ കോളത്തിൽ പ്രസ്തുത മാസങ്ങളിൽ നാളിതുവരെ പിന്നീടും തിരികെ അടച്ച തുക. 8ാമത്തെ കോളത്തിൽ ഈ ഉത്തരവ് പ്രകാരം തിരിച്ചടയ്ക്കാൻ പോകുന്ന തുക വിവരം.
തിരിച്ചടയ്ക്കാൻ പോകുന്ന തുകയുടെ വിവരം. 9ാമത്തെ കോളത്തിൽ ഇനി അഡ്വാൻസ് ഇനത്തിൽ നമ്മൾ നൽകിയതിൽ ലഭിക്കാൻ ബാക്കിയുള്ള തുക. ഇങ്ങനെ വിശദമായ ഒരു ഡോക്യുമെന്റ്, ഒരു പ്രൊസീഡിങ്സ് തയ്യാറാക്കി നിങ്ങൾ ഈ ഫയലിൽ അറ്റാച്ച് ചെയ്താലുള്ള ഗുണം എപ്പോഴായാലും നമ്മുടെ അഡ്വാൻസ് രജിസ്റ്ററും MGNRESന്റെ കണക്ക് മാറ്റി എപ്പോഴും ടാലി ആയിട്ട് പോകും. ഏതെങ്കിലും ഒരു സമയത്ത് പെട്ടെന്നൊരു റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രജിസ്റ്റർ നോക്കി, പ്രൊസീഡിങ്സ് നോക്കി നമുക്ക് അതിന് റിപ്പോർട്ട് കൊടുക്കാനും പറ്റും. അപ്പം നിങ്ങളത് തയ്യാറാക്കി വെച്ചാൽ ഓരോ തവണ ഇതേ കണക്ക് റീകൂപ്പ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ ഒരു വേർഡ് ഫോർമാറ്റിൽ നിന്ന് എഡിറ്റ് ചെയ്ത പ്രൊസീഡിങ്സ് ആക്കിയാൽ മതി. മനസ്സിലാക്കണം വിചാരിക്കുന്നു. ഇതേ പ്രൊസീഡിങ്സിന്റെ 8ാമത്തെ കോളത്തിൽ താഴെയായിട്ട് കാണുന്ന നോക്കൂ, 11,57,507 രൂപയാണ് NREG അഡ്മിൻ ഫണ്ടായി നമുക്ക് ബാങ്കിൽ ഇപ്പോൾ ലഭിച്ച തുക. അതായത് നമ്മൾ കൊടുത്ത പൈസയിൽ കുറച്ച് ഇത്രയും പൈസ തിരിച്ചിപ്പം വന്നിട്ടുണ്ട്. ഈ തുക നമുക്ക് NRESന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വന്നത്. അവിടെ ഒരു ഡിമാൻഡ് ചെയ്ത് രസീത് ചെയ്യണം. രസീത് ചെയ്തിട്ട് ഈ തുകയെ നമ്മുടെ ഓൺ ഫണ്ടിലേക്ക് മാറ്റിയിടണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊസീഡിങ്സ് തയ്യാറാക്കി അറ്റാച്ച് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. ഒരു പ്രൊസീഡിങ്സ് തയ്യാറാക്കുക. ഓരോ തവണ തുക വരുമ്പോഴും ഈ പ്രൊസീഡിങ്സ് എഡിറ്റ് ചെയ്ത് ഇതിലേക്ക് പ്രൊസീഡിങ്സ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഡിമാൻഡ് ചെയ്യണം. ഇപ്പോൾ പൈസ ബാങ്കിൽ കുറച്ച് പൈസ വന്നു, അഡ്മിൻ നമ്മുടെ മിഷനിൽ നിന്ന് കുറച്ച് പൈസ തിരിച്ചു വന്നിട്ടുണ്ട്. വന്നത് MGNRESന്റെ അക്കൗണ്ടിലാണ്. അപ്പോൾ അത് ഡിമാൻഡ് ചെയ്ത് രസീത് ചെയ്യാൻ വേണ്ടി NRESന്റെ സെക്ഷനുകൾക്ക് ലോഗിൻ ചെയ്തു. NREG റിലേറ്റഡ് സർവീസ് എന്ന സർവീസിൽ ഒരു ഫയൽ റേസ് ചെയ്തു. അതിന് ഒരു പേര് കൊടുത്തു. NREG അഡ്മിൻ ഫണ്ട് റീകൂപ്പ് എന്ന ടൈറ്റിൽ നൽകി സേവ് ചെയ്ത് ഇൻബോക്സ് ചെയ്യുന്ന ആ ഫയൽ ഓപ്പൺ ചെയ്തു. ഈ NREG റിലേറ്റഡ് സർവീസ് എന്ന് പറയുന്ന സർവീസ് ആവശ്യമുള്ള എല്ലാവർക്കും മാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഈ പ്രോസസ്സുകൾ ചെയ്യാവും. ഫയൽ ഡിമാൻഡ് ചെയ്യുന്നതിന് നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യണം. അപ്പോൾ ജനറൽ ഫീച്ചർ മെനു നിന്ന് ബെനിഫിഷ്യറി സെലക്ട് ചെയ്തു. NREG ഫണ്ട് തുക ലഭിച്ചത് പ്രൊജക്ട് ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരമായതിനാൽ ഇവിടെ പേയർ അല്ലെങ്കിൽ ബെനിഫിഷ്യറി ആയിട്ട് പ്രൊജക്ട് ഡയറക്ടറെ ആഡ് ചെയ്യാം. ഇവിടെ പേയുടെ അക്കൗണ്ട് നമ്പർ ഒന്നും കൊടുക്കണം നിർബന്ധമല്ല, നിങ്ങൾക്കറിയാം, നിർബന്ധമല്ല. ഇതിനുശേഷം സാധാരണ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ മുകളിലെ ജനറൽ ഫീച്ചർ മെനുവിൽ നിന്ന് ഫിനാൻസ് ടാബിൽ നിന്ന് ഈ ഡിമാൻഡ് എന്ന് പറയുന്ന സ്ട്രിപ്പ് ഒന്ന് സെലക്ട് ചെയ്തു. ഇപ്പോൾ ലഭിക്കുന്ന പേജിൽ രണ്ടാമതുള്ള പേയർ ഡീറ്റെയിൽ എന്ന ഭാഗത്ത് പേയറായ പ്രൊജക്ട് ഡയറക്ടറെ സെലക്ട് ചെയ്തു. ഇൻസ്ട്രുമെന്റ് എന്ന ഭാഗത്ത് ഇപ്പോൾ ഒന്നും കൊടുക്കേണ്ടതില്ല. അക്കൗണ്ട് ഡീറ്റെയിൽ എന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കൂ, ഹെഡ് കോഡ് കോംബോയിൽ നിന്ന് ആദ്യം നമുക്ക് ഡിമാൻഡ് ചെയ്താൽ എടുക്കേണ്ടത് ആദ്യം 320-10-44 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് സ്കീം എന്ന ഹെഡ് സെലക്ട് ചെയ്യണം. മനസ്സിലാക്കുക, ഇതാണ് MGNRESന്റെ ഫണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ രസീത് ചെയ്യേണ്ട ലൈബിലിറ്റി ഹെഡ്. 3 തുടങ്ങുന്ന ഹെഡാണ്, ഒരു ലൈബിലിറ്റി ഹെഡാണ്. ഇതിലേക്കാണ് രസീത് ചെയ്തെടുക്കേണ്ടത്. വർഷം 2025-26, പീരീഡ് ക്വാർട്ടർലി കൊടുക്കുക. എമൗണ്ട് നമുക്കറിയാം, നേരത്തെ ഇപ്പം തിരിച്ചിടുന്ന എമൗണ്ട്, സ്റ്റേറ്റ്മെന്റിലെ എമൗണ്ട് 11,57,507 രൂപയാണ് ഇപ്പം തിരിച്ച് MGNRESന്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. അതവിടെ കൊടുക്കുക. ഫണ്ട് എന്ന ഭാഗത്ത് MGNRES സെലക്ട് ചെയ്താൽ മതി. പ്രൊസീഡിങ്സ് ചെക്ക് ചെയ്യുക. നോക്കൂ, ഇവിടെ അഡ്മിൻ ഫണ്ട് റീകൂപ്പ് ചെയ്യാൻ ആ പ്രൊസീഡിങ്സ് ചെക്ക് ചെയ്തിട്ടാണ് ഈ എമൗണ്ടുകളൊക്കെ കൊടുക്കാനാണ്. അഡ്മിൻ ഫണ്ട് റീകൂപ്പ് ചെയ്യാനുള്ളത് 11,57,507 രൂപയാണെന്ന് പ്രൊസീഡിങ്സ് നോക്കി ഉറപ്പ് വരുത്തി ഈ കാണുന്ന പ്ലസ് ബട്ടൺ അമർത്തി ശേഷം റിമാർക്സ് നൽകി പ്രിവ്യൂ പരിശോധിച്ച ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഡിമാൻഡ് തുക താഴെ സേവ് ആയതായി എൻട്രി കാണാം. സബ്മിറ്റ് ചെയ്യുക. ഫയലിൽ പോയി ഡിമാൻഡ് വെരിഫൈ ചെയ്യാൻ വേണ്ടി വെരിഫൈയുടെ ലോഗിനിലേക്ക് പോകും. വെരിഫയർ ലോഗിൻ ചെയ്തു. ഈ ഭാഗം നമുക്കറിയാം, ഞാൻ സ്പീഡിൽ പോകാം. ഇൻബോക്സ് ചെയ്യുന്ന ഫയൽ ഡിമാൻഡ് അപ്രൂവ് ആക്കാനുള്ള ഫയൽ ഓപ്പൺ ചെയ്തു. നോട്ട് ഫയൽ പരിശോധിച്ചു. ഡിമാൻഡ് ജനറേറ്റഡ് ആണെന്ന് മനസ്സിലാക്കി. മുകളിലെ ഫിനാൻസ് ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡിമാൻഡ് വെരിഫൈ ചെയ്യാനുള്ള പേജ് ലഭിക്കും. റെമിറ്റർ ഡീറ്റെയിൽ, റിക്കവറി ഹെഡ് ഡീറ്റെയിൽ എന്നിവ പരിശോധിച്ചു. വെരിഫയർക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും എൻ്റർ ചെയ്യേണ്ടതായിട്ടില്ല. അവർ വെരിഫയർ ജസ്റ്റ് അത് വെരിഫൈ ചെയ്തു. അപ്രൂവ് ചെയ്യാൻ വേണ്ടി അപ്രൂവർക്ക് അയച്ചു കൊടുത്തു. സെക്രട്ടറി അപ്രൂവ് ചെയ്യാൻ വേണ്ടി ലോഗിൻ ചെയ്തു. ഡിമാൻഡ് വെരിഫൈഡ് ആണെന്ന് മനസ്സിലാക്കി. ഫിനാൻസ് ടാബിൽ നേരെ ഡിമാൻഡ് അപ്രൂവ് ചെയ്യേണ്ട പേജ് ലഭിച്ചു. ഫയലൊക്കെ നോക്കി ഡിമാൻഡ് അപ്രൂവായി. ഇനി ഫയൽ നേരെ തിരിച്ച് ഓപ്പറേറ്ററായ ക്ലർക്കിൻ്റെ ലോഗിൽ ശ്രദ്ധിക്കുക, അക്കൗണ്ടിൻ്റെ ലോഗിലല്ല എത്തുന്നത്. ഫയൽ നേരെ തിരിച്ച് സെക്ഷൻ ക്ലർക്കിൻ്റെ ലോഗിലാണ് എത്തുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒരു ഡിമാൻഡ് എങ്ങനെ ചെയ്യണമെന്ന് കൂടി നമ്മൾ പഠിച്ചു. ഇനി ഈ ഡിമാൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു രസീത് ചെയ്യണം, അല്ലേ? രസീത് ജനറേറ്റ് ചെയ്താൽ മാത്രമേ ഈ തുക നമ്മുടെ നമ്മുടെ കെ-സ്മാർട്ടിൻ്റെ അക്കൗണ്ടിലേക്ക് വരവ് വരത്തുള്ളൂ. കെ-സ്മാർട്ടിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ MGNRESന്റെ ലെഡ്ജറിലേക്കും ഒക്കെ വരവ് വരത്തുള്ളൂ. ഈ തുക നിങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ രസീത് ചെയ്യേണ്ട, അക്കൗണ്ടിന്റെ ലോഗിനിൽ ഡയറക്റ്റ് രസീതായിട്ട് ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അക്കൗണ്ടിന്റെ ലോഗിൻ ചെയ്തോ. ഫിനാൻസ് മാനേജ്മെന്റ് മോഡ്യൂളിലെ കീഴിൽ റെസിപ്റ്റ് കാർഡ് ക്ലിക്ക് ചെയ്തു.
ഇപ്പോൾ പേജിലെ ഡയറക്റ്റ് രസീത് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ലഭിക്കുന്ന പേജിൽ കീഴിൽ ഡിമാൻഡ് നമ്പറോ ഫയൽ നമ്പറോ ഇൻസ്ട്രുമെന്റ് നമ്പറോ പേരോ ഏത് വിവരം വെച്ച് വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് ഡിമാൻഡ് സെർച്ച് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ഡിമാൻഡ് സെർച്ച് ചെയ്യുന്നത് ഡിമാൻഡ് നമ്പർ വെച്ചാണ്. ഇവിടെയും ഫയൽ എറേസ് ചെയ്തു, ഡിമാൻഡ് അപ്രൂവ് ചെയ്തപ്പോൾ അതിന് ഡിമാൻഡ് നമ്പറായി. ഡിമാൻഡ് നമ്പർ വെച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ ഇപ്പോൾ എമൗണ്ട് വെച്ച് വെറുതെ നോക്കുകയാണ്. അഡ്മിൻ റീഫണ്ട് റീകൂപ്പ് തുക 11,57,507. ആ എമൗണ്ട് വെച്ച് എൻ്റർ ചെയ്തപ്പോൾ നോക്കിയേ, എൻ്റർ ചെയ്തിട്ട് ഗെറ്റ് ഡേറ്റ ക്ലിക്ക് ചെയ്തു. താഴെ ഇപ്പോൾ ഇതേപോലെ തയ്യാറാക്കി വെച്ച ഡിമാൻഡ് വിവരങ്ങൾ കാണാം. അതിന് നേരെയുള്ള റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയ ഒരു പേജ് ഓപ്പൺ ചെയ്ത് ലഭിക്കും. ഇവിടെ റെമിറ്റർ ഡീറ്റെയിൽ, P&L ഇൻട്രസ്റ്റ് ഇവ ഒന്നും കൊടുക്കേണ്ടതില്ല. പേയർ ഡീറ്റെയിൽ ഭാഗത്ത് നമ്മൾ നേരത്തെ നൽകിയ പ്രൊജക്ട് ഡയറക്ടറുടെ പേരും തുകയും വന്ന് കാണും. തൊട്ട് താഴെ ഇൻസ്ട്രുമെന്റ് ഡീറ്റെയിൽസിൽ ഇൻസ്ട്രുമെന്റ് ടൈപ്പ് ഡയറക്ട്ലി ക്രെഡിറ്റഡ് ടു ബാങ്ക്, നേരിട്ട് ബാങ്കിൽ വന്ന തുകയാണ്. ട്രാൻസാക്ഷൻ നമ്പർ എന്നത് NREG ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ട റെഫറൻസ് നമ്പർ കൊടുത്താൽ മതി. ഡേറ്റ് എന്നത് എന്നാണോ ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ട ഡേറ്റ് അത് കൊടുക്കുക. ഡെപ്പോസിറ്റ് ബാങ്ക് ഏത് ബാങ്കിലാണോ, ഇവിടെ MG NREG ബാങ്കിലാണ് ഫണ്ട് തിരിച്ചു വന്നത്, ആ ബാങ്ക് കൊടുക്കുക. ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി താഴെ കാണുന്ന അക്കൗണ്ട് ഹെഡ് എന്ന ഭാഗത്ത് നമ്മൾ ഡിമാൻഡ് ചെയ്തു വെച്ച NREG സ്കീം ഹെഡും അതിന് നേരെയുള്ള തുകയും കാണാം. കണ്ടോ, ഇവിടെ ഒരു കാര്യം ചെയ്യാനുള്ളത്, ഇൻസ്ട്രുമെന്റ് മോഡ് ഭാഗത്ത് ഇതേപോലെ കോംബോ ബോക്സിൽ നിന്ന് NREG ബാങ്ക് നെയിം സെലക്ട് ചെയ്യുക. ആ ഒരു ബാങ്ക് മാത്രമേ അവിടെ ലിസ്റ്റ് ചെയ്യത്തുള്ളൂ. റിമാർക്സ് രേഖപ്പെടുത്തി താഴെ കാണുന്ന ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡിമാൻഡിന് മുകളിൽ ഒരു റെസിപ്റ്റ് ജനറേറ്റ് ആയതായിട്ട് കാണാം. പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റെസിപ്റ്റ് പരിശോധിക്കാം. ഇതോടെ നമ്മുടെ രണ്ടാം ഘട്ടവും പൂർത്തിയായി. ഫണ്ട് ഇപ്പോൾ MG NREGന്റെ അക്കൗണ്ടിൽ വന്നു. നമ്മൾ എന്ത് ചെയ്തു, അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഈ ഫണ്ടിനെ രസീത് ചെയ്യുകയും ചെയ്തു. രണ്ട് ഘട്ടം ഇപ്പൊ പൂർത്തിയായി. ഇപ്പൊ നമ്മൾ ഡിമാൻഡ് ചെയ്ത് രസീത് ചെയ്തപ്പോൾ സംഭവിച്ചത്, MG NREGന്റെ ഈ പറഞ്ഞ ലൈബിലിറ്റി ഹെഡിൽ ലെഡ്ജറിൽ ക്രെഡിറ്റ് സൈഡിൽ ഇത്രയും പൈസ വന്നതായിട്ട് കാണാം. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് NREGന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലും ഇത്രയും പൈസ വന്നതായിട്ട്. ഡെബിറ്റും ക്രെഡിറ്റും കൺഫ്യൂഷൻ ആവും, നമുക്ക് വഴിയെ പഠിക്കാം ആ കാര്യങ്ങൾ. നമുക്കതിന്റെ ലെഡ്ജർ എന്ന് പരിശോധിക്കും. നോക്കിയേ, അക്കൗണ്ടിന്റെ ലോഗിൻ ചെയ്തോ, ഫിനാൻസ് മാനേജ്മെന്റ് മോഡ്യൂളിന് കീഴിൽ റിപ്പോർട്ട്സ് എന്ന കാർഡ് ക്ലിക്ക് ചെയ്തു. ഈ പേജിൽ നിന്ന് ലഭിക്കുന്ന ലെഡ്ജർ സെലക്ട് ചെയ്തു. ഫ്രം ടു ഡേറ്റ് എൻ്റർ ചെയ്ത ശേഷം ഹെഡ് എന്ന ബോക്സിൽ നിന്ന് 320/10/44 NREG സെലക്ട് ചെയ്തു, സെർച്ച് ചെയ്തു. നോക്കൂ, ലെഡ്ജറിൽ നമ്മൾ വരവ് വെച്ച അഡ്മിൻ ഫണ്ട് 11,57,507 രൂപ ക്രെഡിറ്റ് സൈഡിൽ വന്നതായിട്ട് കാണാം. എന്തുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ വന്നു എന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഏതൊരു വരവ് രസീത് ചെയ്തെടുക്കുന്ന ആ ഹെഡിനെ ക്രെഡിറ്റ് ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ലെഡ്ജറിൽ എപ്പോഴും ക്രെഡിറ്റ് സൈഡിലായിരിക്കും, വരവുകളൊക്കെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. പൈസ പോയിട്ടുണ്ടെങ്കിൽ ലെഡ്ജറിന്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും കാണുന്നത്. ക്ലിയർ ആയി കാണും വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ ഫിനാൻസ് മാനേജ്മെന്റ് മോഡ്യൂളിന് കീഴിൽ റിപ്പോർട്ട്സ് എന്ന കാർഡ് വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ഈ ലഭിക്കുന്ന പേജിൽ നിന്ന് ബാങ്ക് ബുക്ക് ലെഡ്ജർ, ബാങ്ക് ബുക്ക് സെലക്ട് ചെയ്യാം. ഫ്രം ടു ഡേറ്റ് കൊടുത്ത ശേഷം NREGയുടെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് നോക്കാം. എനിക്ക് കാനറ ബാങ്ക് ആണ്. കാനറ ബാങ്ക് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്തു. നോക്കൂ, ബാങ്ക് ബുക്കിൽ നമ്മൾ വരവ് വെച്ച അഡ്മിൻ ഫണ്ട് 11,57,507 രൂപ ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുള്ളതായിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒന്നുകൂടി ഓർമ്മിക്കുന്നത്, ബാങ്ക് ബുക്കിൽ ഒരു പൈസ വന്നാൽ ബാങ്ക് ബുക്കിലും ക്യാഷ് ബുക്കിലും ഡെബിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. പക്ഷേ അതിൻ്റെ ലെഡ്ജറിൽ അത് വരുന്നത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ഇപ്പോൾ MG NREGന്റെ ലെഡ്ജർ, ആ 3 തുടങ്ങുന്ന ലെഡ്ജർ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഈ പൈസ വന്നായിട്ട് കാണാം. അവരുടെ ബാങ്ക് അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഡെബിറ്റ് സൈഡിലും കാണാം. കാരണം ബാങ്കിനും ക്യാഷിനും എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അത്രയൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ MG NREGന്റെ അക്കൗണ്ടിൽ വന്ന പൈസയെ നമ്മൾ രസീത് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഈ പൈസ ഓൺ ഫണ്ടിൽ നിന്ന് കൊടുത്ത പൈസയാണല്ലോ, ഇതിനെ എങ്ങോട്ട് മാറ്റിയിടണം? നമ്മുടെ ഓൺ ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റിയിടണം. ക്ലിയർ അല്ലേ? നമ്മുടെ ഓൺ ഫണ്ടിൽ നിന്ന് കൊടുത്ത പൈസ ആയതുകൊണ്ട് അത് പൈസ വരുമ്പോൾ തന്നെ എന്താണ്, ഈ പ്രോസസ്സ് രസീത് ചെയ്ത ഉടനെ തന്നെ MG NREGന്റെ അക്കൗണ്ടിൽ നേരെ മാറ്റി നമ്മുടെ ഓൺ ഫണ്ടിലേക്ക് ഇടണം. അതിനായിട്ട് അക്കൗണ്ടിന്റെ ഓപ്പറേറ്ററായി ബാങ്ക് ടു ബാങ്ക് കോൺട്ര എന്ന സർവീസിൽ ഒരു ഫയൽ ആരംഭിക്കണം. ബാങ്ക് ടു ബാങ്ക് കോൺട്ര. ക്ലിയർ? നോക്കൂ, ഈ സർവീസിന്റെ ഓപ്പറേറ്റർ എപ്പോഴും അക്കൗണ്ടന്റ് ആയിരിക്കണം. അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്തു. ഫയൽ കാർഡിൽ നിന്ന് ബാങ്ക് ടു ബാങ്ക് കോൺട്ര എൻട്രി എന്ന സർവീസിൽ NREG അഡ്മിൻ ഫണ്ട് റീകൂപ്പ് എന്ന പേരിൽ ഒരു പുതിയ ഫയൽ ആരംഭിച്ചു. ഈ സർവീസിലേക്ക് ആവശ്യമായ എല്ലാവരെയും മാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ആദ്യമേ ഉറപ്പിക്കണം. ഈ ഫയലിനകത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ പ്രൊസീഡിങ്സ് ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഈ ഫയൽ ഇൻബോക്സിൽ നിന്ന് ഓപ്പൺ ചെയ്തോ. ഫയലിൽ ആവശ്യമായ നോട്ടുകൾ ക്ലർക്കിന് കുറിക്കാം. ഫയലിലെ ഡോക്യുമെന്റ് ഭാഗത്ത് ഓൾറെഡി അപ്രൂവ്ഡ് ആയ പ്രൊസീഡിങ്സ് വന്നിട്ടുണ്ടെന്ന് പരിശോധിക്കാം. മുകളിലെ ജനറൽ ഫീച്ചർ മെനു എന്ന് ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്ന ഭാഗത്ത് സെക്രട്ടറിയുടെ വിവരങ്ങൾ തന്നെ കൊടുക്കാം. കാര്യം സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്കാണ് പൈസ വരെയാണ്, സെക്രട്ടറിയുടെ വിവരങ്ങൾ കൊടുത്തു. ഇത് ബാങ്ക് ടു ബാങ്ക് കോൺട്ര എൻട്രി ആയതിനാൽ ഈ ബെനിഫിഷ്യറിയുടെ വിവരങ്ങൾ കൊടുത്തില്ലെങ്കിലും സേവ് ആവും, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാനിവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനുശേഷം ജനറൽ ഫീച്ചർ മെനുവിലെ ഫിനാൻസ് ടാബ് ചെയ്യുന്ന ഈ കാണുന്ന കോൺട്ര എൻട്രി എന്ന സ്ട്രിപ്പ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ലഭിക്കുന്ന പേജിൽ നിന്ന് ഈ ന്യൂ ബട്ടൺ
ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടൈപ്പ് ബാങ്ക് ടു ബാങ്ക് അവിടെ തന്നെ ഉണ്ട്. ക്രെഡിറ്റ് ബോക്സിൽ നിന്ന് ഞാൻ എൻ്റെ NRES ബാങ്കായ കാനറ ബാങ്കാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് ഏത് ബാങ്കിൽ നിന്നാണോ പൈസ കുറയുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ഏത് ബാങ്കിൽ നിന്നാണ് പൈസ കുറയാൻ പോകുന്നത്? NRESൻ്റെ ബാങ്കിൽ നിന്ന് പൈസ കുറഞ്ഞു, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തു. ഏത് ബാങ്കിലേക്കാണോ പൈസ പോകുന്നത്, ഏത് ബാങ്കിലാണോ പൈസ കിട്ടുന്നത്, ആ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഏത് ബാങ്കിൽ നിന്നാണോ പൈസ കുറയുന്നത്, NRESൻ്റെ ബാങ്കിൽ നിന്ന് നമ്മൾ ചെക്ക് എഴുതി ഓൺ ഫണ്ടിലേക്ക് മാറ്റിയാണ്. അപ്പോൾ NRES ബാങ്കിൽ നിന്ന് പൈസ കുറയുന്നതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഏത് ബാങ്കിൽ പൈസ കിട്ടും അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് ബോക്സിൽ ഇനി കൊടുക്കേണ്ടത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അത് ഓൺ ഫണ്ടാണ് അവിടെ കൊടുക്കുകയാണ്. ഓൺ ഫണ്ട് സെലക്ട് ചെയ്തു. ഇൻസ്ട്രുമെന്റ് ടൈപ്പ് എന്ന ഭാഗത്ത് ചെക്ക് എന്ന റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യാം. എക്സസിൻ ചെക്ക് ആവശ്യമാണ് എന്നതിൽ നോ സെലക്ട് ചെയ്യുന്നു. ചെക്ക് നമ്പർ എന്ന ബോക്സിൽ ഓട്ടോമാറ്റിക്കായി NRES ബാങ്കിൻ്റെ അടുത്ത ചെക്ക് നമ്പർ വന്നിട്ടുണ്ടായിരിക്കും. അത് കറക്റ്റാണോ എന്ന് നോക്കണം. എമൗണ്ട് ഓർമ്മയുണ്ട് 1157,507 അഡ്മിൻ ഫണ്ട്. ഇതിനാണ് നമ്മൾ അഡ്മിൻ ഫണ്ട് കോൺട്രാ ചെയ്യേണ്ടത്. പ്രൊസീഡിങ്സ് ചെക്ക് ചെയ്തു, എമൗണ്ട് ഉറപ്പ് വരുത്തി ആ തുക ഇവിടെ എൻട്രി ചെയ്ത് കൊടുത്തു. ശേഷം റിമാർക്സ് രേഖപ്പെടുത്തി സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്തു. ഫയൽ ഇപ്പോൾ വെരിഫയർക്ക് ലഭിക്കും. വെരിഫയർ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാനില്ല. ഇൻബോക്സ് ചെയ്യുന്നു ബാങ്ക് ടു ബാങ്ക് കോൺട്രാ സർവീസിലുള്ള ആ ഫയൽ ഓപ്പൺ ചെയ്തു. കോൺട്രാ എൻട്രിയുടെ ഓട്ടോ നോട്ടൊക്കെ പരിശോധിച്ചു. ഫിനാൻസ് ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് കോൺട്രാ വെരിഫൈ ചെയ്യാനുള്ള പേജിലേക്ക് പോകും. അവിടെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പുതിയ പേജ് ലഭിക്കും. ആവശ്യമായുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും. നേരെ വെരിഫൈ ക്ലിക്ക് ചെയ്തു. ഫയൽ അപ്രൂവർക്ക് അയച്ചു. അപ്രൂവർ ഇതേപോലെ ലോഗിൻ ചെയ്തു. ഫയൽ ഓപ്പൺ ചെയ്തു. ഈ ബാങ്ക് ടു ബാങ്ക് കോൺട്രാ എടുത്തു. അതിനെന്ത് ചെയ്തു? അപ്രൂവ് ചെയ്തു. ഇപ്പോൾ കേസ്മാർട്ടിൽ ഈ പൈസ ബാങ്ക് ടു ബാങ്ക് കോൺട്രാ ആയപ്പോഴേക്കും NRESൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ പൈസ നേരെ ഇവിടെ വന്നിട്ടുണ്ട്. കേസ്മാർട്ടിൽ നമ്മുടെ ഓൺ ഫണ്ട് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞാൽ ബാങ്കിൽ പൈസ വരത്തില്ലല്ലോ. നമ്മളിപ്പോൾ കേസ്മാർട്ട് മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? NRESൻ്റെ ചെക്ക് ബുക്ക് എടുത്ത് സെക്രട്ടറിയുടെ പേർക്ക് ചെക്ക് എഴുതി മാറാൻ വേണ്ടി NRESൻ്റെ ചെക്ക് ബുക്ക് എടുത്ത് അതിനകത്ത് ഈ എമൗണ്ട് എഴുതി ബാങ്കിൽ സ്റ്റേറ്റ്മെന്റ് സഹിതം കൊടുത്തിട്ട് നമ്മുടെ ഓൺ ഫണ്ടിലേക്ക് മാറ്റിയിട്ടോ എന്ന് പരിശോധിച്ചോളാം കേട്ടോ. കേസ്മാർട്ട് മാത്രം ചെയ്താൽ പോരാ, ഫിസിക്കലി ബാങ്കിൽ കൂടെ ഈ കാര്യം ചെയ്യണം. അപ്പോൾ ചെക്ക് എഴുതി ഈ കാണിച്ച ചെക്ക് നമ്പർ, ഈ വന്ന ചെക്ക് നമ്പർ ഏതാണോ, അവിടെ വരുന്ന ചെക്ക് നമ്പർ ഏതാണോ അത് എഴുതി നേരെ ചെക്ക് ബാങ്കിൽ കൊടുത്ത് സ്റ്റേറ്റ്മെന്റ് സഹിതം കൊടുത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറിയിടണം. അപ്പോൾ മാറിയിട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഇനിയാണ് എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഭാഗം പറയാൻ പോകുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഈ കണക്ക് കേസ്മാർട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നോൺ ക്യാഷ് ജേണലും ചെയ്യണം, ഒരു അഡ്ജസ്റ്റ്മെന്റ് ജേണലും ചെയ്യണം. അക്കൗണ്ടന്റുമാർ തന്നെ ചെയ്യണം. അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അതിനുമുമ്പ് എന്താണ് ഒരു നോൺ ക്യാഷ് ജേണൽ, എന്താണ് അഡ്ജസ്റ്റ്മെന്റ് ജേണൽ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഈ നോൺ ക്യാഷ് ജേണൽ എന്നാൽ നമ്മുടെ ബാങ്ക് ബുക്കിനെയോ ക്യാഷ് ബുക്കിനെയോ ബാധിക്കാതെ എന്നാൽ നമ്മുടെ ബജറ്റിനെ ബാധിക്കുന്ന തരം ജേണലുകളാണ് നോൺ ക്യാഷ് ജേണൽ. നോൺ ക്യാഷ് ജേണൽ ഇതാ ബാങ്ക് ബുക്കിനോ ക്യാഷ് ബുക്കിനോ ഒന്നും ബാധിക്കത്തില്ല, പക്ഷെ നമ്മുടെ ബജറ്റിനെ ബാധിക്കും. ക്ലിയർ? ഉദാഹരണമായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത് പഞ്ചായത്തല്ല കൊടുക്കുന്നത്, പക്ഷെ ഇത് ഈ കണക്കുകൾ പഞ്ചായത്തിന്റെ കണക്ക് AFSലേക്ക് കൊണ്ടുവരും. ഒരു വർഷം എത്ര പേർക്ക് എത്ര പെൻഷനുകൾ കൊടുത്തു, അതൊക്കെ പഞ്ചായത്തിന്റെ കണക്കിലേക്ക് വരും. അത് നമ്മൾ നോൺ ക്യാഷ് ജേണൽ കൊടുത്താണ് കൊണ്ടുവരുന്നത്. അത് നമ്മുടെ ബാങ്ക് ബുക്കിനെ ബാധിക്കത്തില്ല, ക്യാഷ് ബുക്കിനെ ബാധിക്കത്തില്ല. ശരിയല്ലേ? ബാങ്കിലും വരുന്നില്ല, ക്യാഷിലൊന്നും പൈസ വരുന്നില്ല, പക്ഷെ അവിടെ കണക്കിൽ വരും. കണക്കിൽ വരുമ്പോൾ നമ്മൾ എവിടെ ബാധിക്കും? നമ്മുടെ ബജറ്റിനെ ബാധിക്കും. ആ ഒരു ഉദാഹരണം മനസ്സിലാക്കണം വിചാരിക്കുന്നു. അതുപോലെ MGNRESകാർ അവരുടെ സൈറ്റ് വഴി ചെയ്യുന്ന തുകകൾ, ലേബർ ചാർജ് കൊടുക്കുന്നത്, സ്കിൽഡ് ലേബേഴ്സിനും അൺസ്കിൽഡ് ലേബേഴ്സിൻ്റെ ഒക്കെ വേജസും മറ്റൊക്കെ കൊടുക്കുന്നത് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നല്ല കൊടുക്കുന്നത്, അവരുടെ അക്കൗണ്ട് വഴിയാണ്, അവരുടെ സൈറ്റ് വഴിയാണ് കൊടുക്കുന്നത്. നമ്മുടെ ക്യാഷ് ബുക്കിനെ ബാങ്ക് ബുക്കിനെ ഒന്നും ബാധിക്കുന്നില്ല, പക്ഷേ നമ്മുടെ എന്തിനു ബാധിക്കും? ബജറ്റിനെ ബാധിക്കും. ഇങ്ങനെയുള്ള ഇതിനു വേണ്ടി ചെയ്യുന്ന ജേണലുകളെയാണ് നമ്മൾ നോൺ ക്യാഷ് ജേണൽ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയി കാണുന്നു വിചാരിക്കും. നമ്മൾ MGNRESന് തുക കൊടുത്തത് അഡ്വാൻസ് ഹെഡിലാണ് അല്ലേ? 4 തുടങ്ങുന്ന ഹെഡിലാണ് അവർക്ക് തുക കൊടുത്തത്. ക്ലിയർ? എന്നാൽ MGNRESകാർ അവരുടെ ചെലവുകൾ നടത്തുന്നത് 2 തുടങ്ങുന്ന ഹെഡിലാണ്. കാര്യം അവരുടെ ശമ്പളം 2 തുടങ്ങുന്ന ഹെഡാണ്, അവരുടെ സ്റ്റേഷനറി വാങ്ങുന്നതൊക്കെ 2 തുടങ്ങുന്ന ഹെഡാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് 4 തുടങ്ങുന്ന ഹെഡിലെ പൈസ തിരിച്ചു വന്നു, നമ്മളത് രസീത് ചെയ്ത് 3-ലാണ്. ക്ലിയർ ആണല്ലോ? അത് രസീത് ചെയ്ത് 3-ലാണ്. നമുക്ക് എന്ത് ചെയ്യണം? 4 തുടങ്ങുന്ന അഡ്വാൻസ് ഹെഡ് കുറയണം. അഡ്വാൻസ് തിരിച്ചു വന്നുകൊണ്ട് അഡ്വാൻസ് കുറയണം. ഇത് എവിടെ ചെലവായിട്ട് പോകണം? 2 തുടങ്ങുന്ന ഹെഡിൽ ചെലവായിട്ട് പോകണം. അതാണ് നോൺ ക്യാഷ് ജേണൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാധാരണ വർഷാവസാനത്തിൽ AFS അയക്കുന്ന സമയത്താണ് എല്ലാവരും ഇത് ചെയ്തത്. നിങ്ങൾ ആ ഒരു ശീലം തുടരരുത്. ഓരോ സമയത്ത് അഡ്മിൻ ഫണ്ട് ഇതേപോലെ റീകൂപ്പ് ചെയ്ത് വരുമ്പോഴും എന്ത് ചെയ്യണം? ജേണലിട്ട് കൃത്യമായ കണക്കിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പിന്നെ AFS സമയത്ത് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് കിടന്ന് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ ഈ 4 തുടങ്ങുന്ന ഹെഡിൽ കൊടുത്ത അഡ്വാൻസ് ഹെഡിനെ കുറവ് ചെയ്തിട്ട് ഇവരുടെ MGNRESന്റെ ചെലവിലേക്ക് എങ്ങനെ മാറ്റും, നോൺ ക്യാഷ് ജേണൽ കൊടുത്ത് മാറ്റുമെന്ന് നമുക്ക് നോക്കാം. സ്ക്രീൻ നോക്കുക. അപ്പോൾ ഈ ജേണൽ ചെയ്യാൻ വേണ്ടി അക്കൗണ്ടന്റ് ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. ഇത് അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്തോ. ഫയൽ എന്ന കാർഡിൽ നിന്ന് ജേണൽ എൻട്രി എന്ന സർവീസിൽ NREG അഡ്മിൻ ഫണ്ട് റീകൂപ്പ് എന്ന പേരിൽ ഒരു
പുതിയ ഫയൽ ആരംഭിക്കുന്നു. അറ്റാച്ച്മെന്റ് ഭാഗത്ത് സെക്രട്ടറി അപ്രൂവ് ചെയ്ത് നമ്മുടെ നേരത്തെ പ്രൊസീഡിങ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സർവീസിലേക്കും ആവശ്യമായ വെരിഫയറും അപ്രൂവറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ആദ്യമേ ഉറപ്പിക്കണം കേട്ടോ. അതിനുശേഷം ഇൻബോക്സിൽ നിന്ന് ഫയൽ ഓപ്പൺ ചെയ്തു. ഫയലിൽ ആവശ്യമായ നോട്ടുകൾ ക്ലർക്കിന് കുറിക്കാം. ഫയൽ ഡോക്യുമെന്റ് ഭാഗത്ത് ഓൾറെഡി അപ്രൂവ്ഡ് ആയ പ്രൊസീഡിങ്സ് വന്നിട്ടുണ്ട്. ഇതേ മുകളിലെ ജനറൽ ഫീച്ചർ മെനുവിലെ ഫിനാൻസ് എന്ന ടാബിൽ നിന്ന് ഈ കാണുന്ന ജേണൽ എൻട്രി എന്ന ഐക്കൺ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ലഭിക്കുന്ന പേജിൽ നിന്ന് ന്യൂ ക്ലിക്ക് ചെയ്യണം. ജേണൽ ടൈപ്പ് എന്ന ബോക്സിൽ നിന്നും നോൺ ക്യാഷ് ജേണൽ സെലക്ട് ചെയ്യണം. ബജറ്റ് ഗ്രൂപ്പ്, ബജറ്റ് സബ് ഗ്രൂപ്പ് എന്നിവയാണ് ഇനി സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഏത് ഹെഡിലേക്കാണോ പൈസ മാറ്റേണ്ടത്, അതായത് ഏത് ഹെഡിലാണോ ഡെബിറ്റ് ചെയ്യേണ്ടത് അവിടെ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഡെബിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ 4 തുടങ്ങുന്ന ഹെഡിലേക്ക് അഡ്വാൻസ് കൊടുത്തല്ലോ. ഈ പൈസ തിരിച്ചു വരുമ്പോൾ അവരുടെ ചെലവ്, ഈ പൈസ അവർ എന്തൊക്കെ ചെലവിനാണ് കൊടുത്തതെന്ന് നമുക്ക് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഡെബിറ്റ് ചെയ്യേണ്ട ബജറ്റ് ഗ്രൂപ്പാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. മനസ്സിലായി കഴിഞ്ഞു വിചാരിക്കുന്നു. എനിക്കിവിടെ വേണ്ടത് 2 തുടങ്ങുന്നത് സാലറി ഓഫ് കോൺട്രാക്ട് സ്റ്റാഫാണ്. അതിനാൽ ബജറ്റ് ഗ്രൂപ്പ് എന്ന ഭാഗത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് കൊടുത്തോ, ബജറ്റ് സബ് ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് കൊടുത്തോ സെർച്ച് ചെയ്തു. താഴെ ഈ കാറ്റഗറിയിലുള്ള ഹെഡുകൾ ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ ബജറ്റ് എൻട്രി നടത്തിയ പ്രകാരമുള്ള സാലറി ഓഫ് കോൺട്രാക്ട് സ്റ്റാഫ് എന്ന ബജറ്റിനെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഒരു ഹെഡ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അർത്ഥം നമ്മൾ ബജറ്റ് എൻട്രി കേസ് മാറ്റി ചെയ്ത സമയത്ത് സാലറി ഓഫ് കോൺട്രാക്ട് സ്റ്റാഫ് എന്ന ഹെഡിൽ പൈസ ഒന്നും വകയിരുത്തിയിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇത് ലിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നേരെ ബജറ്റ് എൻട്രിയിൽ പോയിട്ട് സാലറി ഓഫ് കോൺട്രാക്ട് സ്റ്റാഫ് എന്ന ഹെഡിൽ കുറച്ച് പൈസ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എങ്കിലും ഇവിടെ ലിസ്റ്റ് ചെയ്യത്തുള്ളൂ. ക്ലിയർ? ഇത് ഇത്രയും ചെയ്തതിനു ശേഷം താഴെ ഡെബിറ്റ് ഹെഡ് എന്ന ഈ റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഹെഡ് കോഡ് അവിടെ സെലക്ട് ചെയ്തു. 210 1004 സാലറി ഓഫ് കോൺട്രാക്ട് സ്റ്റാഫ് അവിടെ ഓൾറെഡി വന്ന് കാണും. ക്രെഡിറ്റ് ഹെഡ് ഏതാണ്? അപ്പം നമുക്ക് ഇതിനെ 2 തുടങ്ങുന്ന 210 1004 ഡെബിറ്റ് ചെയ്യുമ്പോൾ അത്രയും പൈസ എക്സ്പെൻഡിച്ചറായിട്ട് കൂടി. ഏത് കുറയണം? നമുക്ക് നമ്മൾ കൊടുത്ത അഡ്വാൻസ് ഉണ്ടല്ലോ, അഡ്വാൻസ് കുറയണം. അഡ്വാൻസ് അസറ്റാണ്, അസറ്റ് കുറയാൻ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ഹെഡിൽ നിന്ന് 460 5005 അഡ്വാൻസ് ടു MGNREGS സെലക്ട് ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. 4 തുടങ്ങുന്ന ഒരു ഹെഡിൽ നമ്മൾ അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ 4 തുടങ്ങുന്ന ഹെഡ് കൂടുന്നു. എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പോൾ 0 കണക്ക് നിൽക്കാതിരിക്കട്ടെ, 100 രൂപ നമ്മൾ ഈ മാസം MGNREGSകാർക്ക് അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് അഡ്വാൻസ് ഹെഡിൽ 100 രൂപ MGNREGS അഡ്വാൻസ് എന്ന് എപ്പോഴും ബഡ്ജ് ചെയ്ത് നിൽക്കും. ഇത്രയും പൈസ അവർക്ക് കൊടുത്തിട്ടുണ്ട്, തിരിച്ചു കിട്ടാനുണ്ടെന്ന രീതിയിൽ നിൽക്കും. ഈ പൈസ തിരിച്ചു വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 3 തുടങ്ങുന്ന ഹെഡ് രസീത് ചെയ്തു. അത് മാത്രം പോരല്ലോ, 4 തുടങ്ങുന്ന ഹെഡ് കുറയണം. എന്നിട്ട് അവരുടെ സാലറി എന്ന ചെലവിൽ കൂടണം. അപ്പോൾ അതുകൊണ്ട് സാലറി എന്ന ചെലവിൽ കൂടാൻ വേണ്ടി ആ സാലറി ഹെഡിനെ ഡെബിറ്റ് ചെയ്തു, ഒരു ജേണൽ കൊടുത്തു. ക്രെഡിറ്റ് ചെയ്യേണ്ട ഏതാണ്? കുറയേണ്ടത് നമ്മുടെ അസറ്റാണ്. ഏത് അസറ്റാണ്? അഡ്വാൻസ് എന്ന് പറഞ്ഞ അസറ്റ്. അഡ്വാൻസിനെ ക്രെഡിറ്റ് ചെയ്തപ്പോൾ അഡ്വാൻസ് കുറഞ്ഞു. ഇപ്പം എന്തായി? ചെലവുമായി അഡ്വാൻസ് കുറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്രൊസീഡിങ്സ് പരിശോധിച്ച എമൗണ്ട് 1157 507. റിമാർക്ക് രേഖപ്പെടുത്തി തുക റിമാർക്ക് രേഖപ്പെടുത്തി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തോ. ഫയല് HCക്ക് അല്ലെങ്കിൽ JSന് പോകും. അവർ HC അല്ലെങ്കിൽ JS ഫയൽ വെരിഫൈ ചെയ്തു, ജേണൽ വെരിഫൈ ചെയ്തോ. അപ്രൂവർ ജേണൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ കയ്യിൽ കിട്ടിയെന്നിരിക്കട്ടെ. അപ്പോൾ ഇത്രയും ചെയ്ത് ഒരു നോൺ ക്യാഷ് ജേണൽ എൻട്രി പൂർത്തിയായി കഴിയുമ്പോൾ 4 തുടങ്ങുന്ന ഹെഡ് കുറയും, 2 തുടങ്ങുന്ന എക്സ്പെൻഡിച്ചർ ഹെഡ് കൂടും. ക്ലിയർ? അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അക്കൗണ്ടന്റ് ലോഗിനിൽ ഫിനാൻസ് മാനേജ്മെന്റ് മോഡ്യൂളിൽ റിപ്പോർട്ട്സ് എന്ന കാർഡ് എടുത്തു. അതിൽ ലെഡ്ജർ എന്ന സബ് കാർഡ് ചെയ്യുന്ന ഫ്രം ഡ്യൂ ഡേറ്റ് കൊടുത്തിട്ട് നോക്കിയാൽ നമ്മളിപ്പം ചെയ്ത അഡ്വാൻസ് ഹെഡ് നോക്കാം. 460 5005 MGNREGS സെലക്ട് ചെയ്ത് സെർച്ച് കൊടുത്തു. നോക്കി നമ്മൾ നോൺ ക്യാഷ് ജേണൽ വഴി ചെയ്ത NRG അഡ്മിൻ ഫണ്ടായ 1157 507 രൂപ ഇവിടെ ക്രെഡിറ്റ് സൈഡിലുണ്ട്. അതിനർത്ഥം ഈ ലെഡ്ജറിൽ നിന്ന് അത്രയും തുക 2 ആരംഭിക്കുന്ന സാലറി ഓഫ് കോൺട്രാക്ട് സ്റ്റാഫ് ഹെഡിലേക്ക് ഡെബിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇതേപോലെ നമ്മൾ 210 1004 സാലറി കോൺട്രാക്ട് സ്റ്റാഫ് സെർച്ച് ചെയ്തോ. നമ്മൾ നോക്കിയ നോൺ ക്യാഷ് ജേണൽ വഴി ചെയ്ത NREGS അഡ്മിൻ ഫണ്ടായ 1157 507 ഇവിടെ ഡെബിറ്റ് സൈഡിൽ വന്നതായിട്ട് കാണാം. അതായത് അവരുടെ സാലറി ആയിട്ട് അത് ഓൾറെഡി ബുക്ക് ചെയ്യപ്പെട്ടു എന്ന് കാണാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നോൺ ക്യാഷ് ജേണലിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളത് കൂടുതൽ ചെയ്തു നോക്കിയാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഇനി അടുത്ത ഒരു ഇനം ജേണലാണ് അഡ്ജസ്റ്റ്മെന്റ് ജേണൽ. അതായത് ഒരു ഹെഡിൽ നിന്ന് മറ്റൊരു ഹെഡിലേക്ക് പൈസ മാറ്റാൻ വേണ്ടിയാണ് അഡ്ജസ്റ്റ്മെന്റ് ജേണൽ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് NREGSന്റെ 3 തുടങ്ങുന്ന ഹെഡിലേക്കാണ് നമ്മൾ
പൈസ സ്വീകരിച്ചത് അല്ലേ. അപ്പോൾ ആ ഹെഡ് എപ്പോഴും ഉയർന്നു നിൽക്കണം, ഇപ്പോഴും ലൈബിലിറ്റി അവിടെ കുറയാതെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് കുറയ്ക്കണം. അതിനെന്താക്കണം, NRESന്റെ ഇൻകം മാറ്റണം. അതായത് ഒരു ഇൻകം ഉണ്ടെങ്കിലേ നമുക്ക് 2 തുടങ്ങുന്ന ഹെഡ് ചെലവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നമ്മളിപ്പോൾ ഓൾറെഡി 2 തുടങ്ങുന്ന ഹെഡിൽ അവരുടെ സാലറി ചെലവ് ചെയ്തു, അവിടേക്ക് ഇൻകം വന്നിട്ടില്ല. അപ്പോൾ ഇൻകം കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ രസീത് ചെയ്ത 3 തുടങ്ങുന്ന ഹെഡ് നമ്മൾ എന്തിലോട്ട് മാറ്റണം, 1 തുടങ്ങുന്ന ഇൻകം ഹെഡിലേക്ക് മാറ്റണം. ക്ലിയർ? അത് കൂടുതലും ഒരു ലൈബിലിറ്റി ഹെഡിൽ നിന്ന് തുക ഇൻകം ഹെഡിലേക്ക് മാറ്റാനാണ് അഡ്ജസ്റ്റ്മെന്റ് ജേണൽ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ബജറ്റിനെ ബാധിക്കത്തേ ഇല്ല. നമുക്ക് എല്ലാവർക്കും വിവിധതരം ഗ്രാന്റുകൾ ലഭിക്കുമല്ലോ. ശുചിത്വ മിഷൻ ഗ്രാന്റ്, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ്, ഹെൽത്ത് ഗ്രാന്റ്, ICDSന്റെ സെൻട്രൽ ഷെയർ, ഇതൊക്കെ ലഭിക്കും. ഇതൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിനെ രസീത് ചെയ്യുകയാണ്. 3 തുടങ്ങുന്ന ലൈബിലിറ്റി ഹെഡിൽ രസീത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? അവർ രസീത് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ അത്രയും പൈസ നമ്മുടെ ലൈബിലിറ്റി ആയിട്ട് കൂടി നിൽക്കും. നമ്മൾ പ്രൊജക്ട് പൂർത്തീകരിക്കുമ്പോൾ, ഒരു പ്രൊജക്ട് വെച്ചായാലും അല്ലാതെ ആയാലും പ്രൊജക്ട് പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് 2 തരം പ്രൊജക്ട് ചെലവുകളുണ്ട്. റവന്യൂ ചെലവുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഏതെങ്കിലും ഒരു ചെലവ് ചെയ്യുമ്പോൾ അത് വെച്ച് എന്തെങ്കിലും അസറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അസറ്റ് ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ നിങ്ങളൊരു ഗ്രാൻഡിൽ നിന്ന് ചെലവ് ചെയ്യുമ്പോൾ അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ആ ഗ്രാൻഡ് ഹെഡിനെ ഡെബിറ്റ് ചെയ്തുകൊണ്ടും അതിന്റെ ഇൻകം ഹെഡിനെ ക്രെഡിറ്റ് ചെയ്തുകൊണ്ടും സ്മാർട്ട് തന്നെ ഒരു ജേണൽ എൻട്രി അവിടെ ചെയ്യും. അപ്പോൾ ആ ഗ്രാൻഡിൽ നിന്ന് അത്രയും പൈസ കുറയും. ഒരു അസറ്റാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഓട്ടോ ജേണൽ അവിടെ വീഴും. അതായത് 3 തുടങ്ങുന്ന ലൈബിലിറ്റി ഹെഡിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ അത് കുറയും. അതിനെ കുറഞ്ഞുകൊണ്ട് അതിന്റെ തന്നെ 3 തുടങ്ങുന്ന ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഹെഡിനെ ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ജേണൽ എൻട്രി കുറയും. അപ്പോൾ 3 തുടങ്ങുന്ന ഹെഡ് കുറയും. ഇതൊരു കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ഭാഗമാണ്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഈ ഒരു കാര്യം എപ്പോഴും സ്മാർട്ട് ഓട്ടോമാറ്റിക്കലി ചെയ്യും. പ്രൊജക്റ്റിൽ നിന്നുള്ള പേയ്മെന്റുകളുടെ എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ജേണലിൽ സ്മാർട്ട് തന്നെ ചെയ്യും, നമ്മളൊന്നും അറിയണ്ട. എന്നാൽ പ്രൊജക്റ്റ് അല്ലാതെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ജേണൽ വേണ്ടി വരും. ഇവിടെ തന്നെ ഇപ്പം നമ്മൾ NRESന്റെ ഫണ്ട് 3 തുടങ്ങുന്ന ഹെഡ് സ്വീകരിച്ചു അല്ലേ. എന്നിട്ട് 2 തുടങ്ങുന്ന ഹെഡിലാണ് ഇവിടെ സാലറി ഒക്കെ ചെലവ് ചെയ്ത്. 3 ഹെഡ് ഇപ്പോഴും അതുപോലെ നിൽക്കണം. അതിൽ നിന്ന് ഇൻകത്തിലേക്ക് മാറിയിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യണം, മാനുവലായിട്ട് 3 വാങ്ങിച്ച പൈസയെ നമുക്ക് 1 മാറ്റണം. അപ്പോഴേ കണക്ക് കറക്റ്റ് ആവത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? നേരത്തെ നമ്മൾ ചെയ്തു വെച്ച ജേണലിന്റെ ഫയൽ തന്നെ എടുക്കാം. അവിടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് ഫയൽ ഓപ്പൺ ചെയ്തോ, ഫിനാൻസിൽ നിന്ന് ജേണൽ എൻട്രി സെലക്ട് ചെയ്തോ, നമ്മൾ നേരത്തെ അപ്രൂവ് ആക്കി വെച്ച നോൺ ക്യാഷ് ജേണൽ അപ്രൂവ്ഡ് സ്റ്റാറ്റസ് എവിടെ കാണാം. നമുക്കിനി ചെയ്യേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് ജേണലാണ്. ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ വരുന്ന പേജിൽ ജേണൽ ടൈപ്പ് അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കുക. ബൈ ഡിഫാൾട്ട് സെലക്ട് ആയി കിടക്കുന്ന ഡെബിറ്റ് ഹെഡ് ആയിരിക്കും. ഹെഡ് കോഡ് ആൻഡ് നെയിം എന്ന ഭാഗത്ത് നിന്ന് ഡെബിറ്റ് ചെയ്യേണ്ട ഹെഡ് സെലക്ട് ചെയ്യണം. ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ട ഏത് ഹെഡാണ്? നമുക്ക് ഒരു ലൈബിലിറ്റി കുറയണമെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ലൈബിലിറ്റി 3 തുടങ്ങുന്ന ഏതാണ് 320 10 44 എന്ന് പറയുന്ന ഹെഡിലാണ് NRESന്റെ ഫണ്ട് വാങ്ങി വെച്ചിരിക്കുന്നത്. ഇത് കുറയണമല്ലോ. ഇത് കുറയാൻ വേണ്ടി ഈ ഹെഡിന് നമ്മൾ ഡെബിറ്റ് ചെയ്യും. നോക്കോ, അപ്പോൾ ഈ ഹെഡിന് നമ്മൾ ആ ഹെഡ് അവിടെ കൊടുത്തു. അത് കുറയാൻ വേണ്ടി അതിനെ ഡെബിറ്റ് ചെയ്തു. 320 10 44 ഡെബിറ്റ് ചെയ്തു. ഇനി ഈ ഹെഡ് കുറഞ്ഞിട്ട് എങ്ങോട്ട് പൈസ പോകണം? ഇൻകമായിട്ട് പൈസ പോകണം. NRESന്റെ തന്നെ ഒരു ഇൻകമായിട്ട് പോകണം. അപ്പോൾ അതിന് തന്നെ എല്ലാ ലൈബിലിറ്റി ഹെഡുകൾക്കും ഒരു ഇൻകം ഹെഡ് ഉണ്ടായിരിക്കും. അതിന്റെ ഇൻകം ഹെഡ് നോക്കി NRESന്റെ ഇൻകം ഹെഡ് 1 തുടങ്ങുന്ന ഇൻകം ഹെഡിനെ ക്രെഡിറ്റ് ചെയ്തു. അതായത് MGNRESന്റെ ഇൻകം ഹെഡായ 160 20 37 MGNRES എന്ന ഹെഡിനെ ക്രെഡിറ്റ് ചെയ്ത് തുക നൽകി. ഫയല് സബ്മിറ്റ് ചെയ്യുക. വെരിഫയർക്ക് പോകും, തുടർന്ന് അപ്രൂവർക്ക് പോകും. 2 പേരും വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ഫയൽ തിരിച്ച് ഓപ്പറേറ്റർക്ക് തിരിച്ചെത്തും. ഇപ്പോൾ 3 തുടങ്ങുന്ന ലൈബിലിറ്റി ഹെഡിൽ നിന്ന് 1 തുടങ്ങുന്ന ഇൻകം ഹെഡിലേക്കുള്ള ജേണൽ പൂർത്തിയായി. അപ്പോൾ 3 പൈസ കുറയും, 1 വരുമാനം കൂടും. ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. വാങ്ങി വെച്ച ലൈബിലിറ്റി കുറയും, അതൊരു വരുമാനമായിട്ട് 1 മാറി. ഇപ്പോൾ ജേണലുകൾ 2 ചെയ്തു. നമ്മുടെ അക്കൗണ്ട്സ് ക്ലിയർ ആയി. നമുക്ക് ലെഡ്ജർ എന്ന് പരിശോധിക്കാം. നോക്കിയേ, ആദ്യം 320 10 44 NRES ലൈബിലിറ്റി ഹെഡ് നോക്കാം. 5/8/2025 11,57,577 രൂപ ഒരു രസീതായിട്ട് കണ്ടോ ലെഡ്ജറിന്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നു. നമ്മൾ രസീത് ചെയ്തപ്പോൾ ആ ലെഡ്ജറിന്റെ ക്രെഡിറ്റ് സൈഡിൽ ആ പൈസ വന്നു. 6/8 നമ്മൾ എന്ത് ചെയ്തു, ഒരു ജേണലായിട്ട് ഈ പൈസ എങ്ങോട്ട് മാറ്റി? വന്ന പൈസയെ 160 20 37 എന്ന ഹെഡിലേക്ക് മാറ്റി. അപ്പോൾ ലെഡ്ജർ ബാലൻസ് 0 ആയി. കണക്ക് കറക്റ്റ് ആയത് കണ്ടോ? ഇതേപോലെ നമുക്ക് ഇതിന്റെ ഇൻകം ഹെഡ് നോക്കാം. 160 20 37 എന്ന ഇൻകം ഹെഡിന്റെ ലെഡ്ജർ നോക്കാം. അവിടെ 6/8/2025 എന്ത് ചെയ്തു, ഒരു ജേണൽ വഴി 320 10 44 എന്ന ഹെഡിൽ നിന്ന് 11,57,577 രൂപ വന്നതായിട്ട് കാണും. ഇതേപോലെ നിങ്ങൾക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പരിശോധിച്ചാൽ ഈ 1 തുടങ്ങുന്ന ഹെഡിൽ പൈസ അവിടെ വന്നതായിട്ട് കാണാം. 2 തുടങ്ങുന്ന നമ്മൾ ഒരു
4ഉം 2ഉം തമ്മിൽ ജേണൽ ചെയ്തല്ലോ, അതിന് ചെലവ് വന്നതായിട്ടും കാണാം. അപ്പോൾ കണക്ക് ടാലിയായി. ഇനി നമ്മൾ ആദ്യം ചെയ്ത നോൺ ക്യാഷ് ജേണൽ ലെഡ്ജർ വന്നോ നോക്കാം. നോക്കി 460 5005 അഡ്വാൻസ്ഡ് MGNRESന്റെ ഹെഡ് കൊടുത്ത് ലെഡ്ജർ സെർച്ച് ചെയ്യണം. അപ്പം നോക്കൂ, ഈ ലെഡ്ജറിന്റെ ഡെബിറ്റ് സൈഡിലെല്ലാം ഇവർക്ക് നൽകിയ അഡ്വാൻസ് കാണാം. 6/8/2025 ക്രെഡിറ്റ് സൈഡിൽ ഈ തുകയ്ക്ക് നോൺ ക്യാഷ് ജേണൽ കൊടുത്തപ്പോൾ നൽകിയ 11,57,507 രൂപയുടെ വരവും കാണാം. അപ്പോൾ അതും ടാലിയായി. ഇനി നോൺ ക്യാഷ് ജേണൽ ചെയ്ത ഹെഡ് 210 1004 സാലറീസ് ഓഫ് കോൺട്രാക്ട് സ്റ്റാഫ് കൊടുത്ത് സെർച്ച് ചെയ്തു. ഇവിടെ നോക്കിയേ, 6/8/2025 ഈ ഹെഡ് ചെയ്യുന്ന ഒരു ജേണൽ മുഖേന ചെലവായിട്ട് അവരുടെ ശമ്പളം 11,57,507 രൂപ 505 രൂപ വന്നിട്ടുള്ളതായിട്ടും കാണാം. നമ്മുടെ ജോലിയെല്ലാം പൂർത്തിയായി 2 ജേണൽ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ജേണലും ഒരു നോൺ ക്യാഷ് ജേണലും ചെയ്ത് നമുക്ക് ബാലൻസ് ഷീറ്റ് പരിശോധിക്കാം. ഇവിടെ നോക്കാം, B4ൽ MGNRESന്റെ തുക 0 ആണെന്ന് കാണാം. കാര്യം എന്താണ്? MGNRESൽ നമ്മൾ ആദ്യം രസീത് ചെയ്തപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ് ആ പൈസ വന്നു. നമ്മൾ എന്ത് ചെയ്തു? രസീത് ചെയ്തിട്ട് ആ ഹെഡിനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജേണൽ വഴി നേരെ 3ലെ ഹെഡിനെ എങ്ങോട്ട് പൈസ മാറ്റി? 1ലേക്ക് പൈസ മാറ്റി. ഇപ്പം ബാലൻസ് ഷീറ്റ് 0 ആയി കിടപ്പുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നോക്കിയാലും ഈ പോയ പൈസ I10 കാണാൻ പറ്റും. നമ്മളൊരു പേയ്മെന്റ് ചെയ്യുമ്പോഴും ഒരു ജേണൽ ചെയ്യുമ്പോഴും ബാക്ക് എൻഡിൽ നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റിലും അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലും ബാലൻസ് ഷീറ്റിലും ഒക്കെ തുകകൾ റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. എല്ലാ ട്രാൻസാക്ഷനും ഓരോ ട്രാൻസാക്ഷനും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ അതത് സമയത്ത് കൃത്യമായിട്ട് ജേണൽ എൻട്രികൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കണക്ക് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ മാർച്ച് 31 കഴിയുമ്പോൾ നമ്മൾ പെൻഡിങ് ടാസ്ക് സമയത്ത് ഇത്രയും കൂടി ഒരുമിച്ച് ചെയ്യാനിരിക്കണം. അതിൻ്റെ ആവശ്യമില്ല. ഓരോ തവണ ജേണൽ ചെയ്യേണ്ടി വരുമ്പോഴും ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് ജേണൽ ചെയ്യാം. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ ഞങ്ങൾ മറുപടി തരും. അത്യാവശ്യ കാര്യങ്ങൾ ജേണലിനെ കുറിച്ച് കുറച്ച് കൺഫ്യൂഷനുള്ള ഭാഗമാണ് നിങ്ങൾക്കറിയാം. അത്യാവശ്യ കാര്യങ്ങൾ എന്നാലും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.